ഇക്കാലയളവിൽ അത്രയും നമ്മളെ ഞെട്ടിച്ചത് ഒപ്പം നിന്ന പലരുടെയും നിലപാടുകളായിരുന്നു. പ്രശസ്തരാണ്, നായകനും നായികയുമാണ്, അല്ലെങ്കിൽ മലയാള സിനിമയെ പിടിച്ചു നിർത്തുന്നവരാണ് എന്നൊക്കെ കരുതിയിരുന്ന പലരുടെയും നിലപാടില്ലായ്മകൾ നമ്മളെ വളരെയധികം ഞെട്ടിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ കൂടി കടന്നുപോയതാണ് ഈ വിചാരണ കാലയളവ്. അതിനൊടുവിലാണ് ഇന്ന് ഈ വിധി വരുന്നത്. ഉറച്ചു നിന്നവർ നിരവധി പേരുണ്ട്, ശക്തമായ പിന്തുണയുമായി നിന്നവർ നിരവധി പേരുണ്ട്. ഇനി എന്ത് തന്നെയായാലും ആരാണ് ഇതിൻ്റെ പിന്നിൽ എന്നത് വളരെ വ്യക്തമായി പുറത്തു വരണമെന്നും അവർ നിയമത്തിന് കീഴിൽ അവർക്ക് തക്കതായ ശിക്ഷ ലഭ്യമാകണം എന്നും ആഗ്രഹിച്ച ഒരുപാട് മനുഷ്യരുണ്ട്. അവരുടെ കൂടി ദിവസമാണ് ഇന്ന്. റിയ ബേബി തുടരുന്നുണ്ട് കോടതി പരിസരത്തു നിന്നും. റിയ, വലിയ ശക്തമായ സുരക്ഷ ക്രമീകരണങ്ങൾ അവിടെ ഉണ്ട് എന്ന് മനസ്സിലാവുന്നു. കോടതി നടപടികൾ എപ്പോൾ ആരംഭിക്കും? വിശദാംശങ്ങൾ എന്തൊക്കെ അറിയാം? 11 മണിക്ക് തന്നെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിക്കും. ജഡ്ജി ഹണിയം വർഗീസ് ഏതാണ്ട് 10:30 തന്നെ കോടതിയിലേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റു പ്രതികൾ, ഈ കേസിൽ ഉൾപ്പെട്ട പ്രതികളെല്ലാം തന്നെ ഇതേ സമയങ്ങളിൽ കോടതിയിലേക്ക് കയറും. 3 ഗേറ്റുകളുണ്ട്. ആ ഗേറ്റ് വഴി ഈ പ്രതികളെല്ലാം തന്നെ കോടതിയിലേക്ക് എത്തുകയും 11 മണിയോടുകൂടി തന്നെ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്യും. നേരത്തെ മോത്തി പറഞ്ഞതുപോലെയാണ്, നടിയെ തട്ടിക്കൊണ്ടുപോയി എന്ന തരത്തിൽ ആദ്യ ദിവസത്തിൽ വാർത്ത വന്നൊരു കേസാണ്. തൊട്ടടുത്ത രാവിലെയാണ്, ദിവസം പുലർച്ചെയാണ് ഈ കേസിൽ ഇത്രയും അധികം ക്രൂരകൃത്യം നടന്നിട്ടുണ്ടെന്ന വിവരങ്ങൾ പൊതുസമൂഹം അറിയുന്നത്. ഒരു പതിറ്റാണ്ടിലധികമായി മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന ഒരു യുവ നടിയാണ്. ആ നടിയാണ് തൊഴിലുമായി ബന്ധപ്പെട്ട ആവശ്യത്തിനായി കൊച്ചിയിലെത്തുകയും പിന്നീട് ഇത്തരത്തിലൊരു ക്രൂരകൃത്യത്തിന് ഇരയാവുകയും ചെയ്തു. അങ്ങനെ നാടിനെ നടുക്കിയ, സമൂഹ മനസാക്ഷിയെ തന്നെ നടുക്കിയ, സഹപ്രവർത്തകയെ ബലാത്സംഗം ചെയ്യാൻ ഒരു സഹനടൻ ദിലീപ് കൊട്ടേഷൻ കൊടുത്തുവെന്ന് പ്രോസിക്യൂഷൻ വാദിക്കുന്ന ഒരു കേസ്. ആ കേസിലാണ് ഇന്ന് വിധി വരുന്നത്. 8 വർഷം നീണ്ട അതിജീവിതയുടെ നിയമ പോരാട്ടമാണ് ഈ കേസിൽ എടുത്തു പറയേണ്ടത്. നേരത്തെ ഉമാ തോമസ് MLA അടക്കം സൂചിപ്പിച്ചതുപോലെ സധൈര്യം താൻ നേരിട്ട അതിക്രമം, സംവിധായകനും നടനുമൊക്കെയായ ലാലിന്റെ വീട്ടിലെത്തി തുറന്നു പറയാൻ നടി കാണിച്ച ധൈര്യം, അതാണ് ഈ കേസിന്റെ ഗതി മാറ്റിയത്. പിന്നീട് PT തോമസ് MLA അടക്കം ഇടപെട്ട് പോലീസിന്റെ മുന്നിലേക്ക് ഒരു പരാതിയായി കേസ് മാറുന്നു. അങ്ങനെയാണ് കേരളത്തിൽ നമ്മൾ സുരക്ഷിതരെന്ന് കരുതിയെടുത്ത് ഒരു സഹപ്രവർത്തകയെ ഇത്തരത്തിൽ ക്രൂരകൃത്യത്തിന് ഇരയാക്കാൻ സഹനടൻ തന്നെ കൊട്ടേഷൻ കൊടുത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നത്. പൾസർ സുനി എന്ന കുറ്റവാളിയിലേക്ക് ആദ്യം കാര്യങ്ങൾ നീണ്ടു. 6-ാം ദിവസം ഈ കാണുന്ന കോടതിയിലാണ് പൾസർ സുനി കീഴടങ്ങാനെത്തിയത്. പക്ഷെ അതിനാടകീയമായി പോലീസ് സംഘം പൾസർ സുനിയെയും വിജേഷിനെയും ഇവിടെ നിന്ന് എടുത്തുകൊണ്ടു പോകുന്ന ദൃശ്യങ്ങൾ, അത് മാതൃഭൂമി ന്യൂസിന്റെ ക്യാമറയിലായിരുന്നു വന്ന് പതിഞ്ഞത്. അത് ഈ കേസിൽ ഏറ്റവും നിർണായകമായിരുന്നു. തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ മറ്റു പ്രതികൾ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കീഴടങ്ങുന്നു, പിടിയിലാകുന്നു. അങ്ങനെ ഈ കേസ് മാറി മറിഞ്ഞത് 8 വർഷത്തിനിപ്പുറം ഇന്നത്തെ ദിവസത്തേക്ക് എത്തി നിൽക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദിലീപിന് എന്ത് ശിക്ഷാവിധിയായിരിക്കും ഈ കേസിൽ ഉണ്ടാവുക, പ്രതിപട്ടികയിൽ തുടരുമോ തുടങ്ങിയ കാര്യങ്ങളാണ്. എന്തായാലും മനസ്സിലാക്കിയതും അതായിരുന്നു. റിയ, ദിലീപ് എന്ന നായകന് എന്താണ് സംഭവിച്ചത്? ദിലീപ് എന്ന നായകൻ പ്രതിനായകനിലേക്ക് മാറിയത് ഏത് ഘട്ടത്തിൽ? അങ്ങനെ ഒരു ഗൂഢാലോചന ഈ നടന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് ഇത്രയും ക്രൂരമായി ഒരു പെൺകുട്ടിയെ ആക്രമിക്കാൻ ഇങ്ങനെ ഒരാൾ കൂട്ടുനിന്നു തുടങ്ങിയ കാര്യങ്ങളാണ്. അതിലൊരു വിധിയാണ് ഇന്ന് വരുന്നത്.